ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ അദ്ദർസ് ഹാഷിർ അഹ്കാമു തജ്വീദിലെ 10ാമത്തെ പാഠം മഹാരിജുൽ ഹുറൂഫ് 4. അപ്പോൾ 1, 2, 3 ഭാഗങ്ങളായിട്ട് നമ്മൾ അക്ഷരങ്ങളുടെ മഹ്റജുകളെ കുറിച്ച് പറഞ്ഞു. 1 ഖലക്ക്, 2 ലിസാൻ നാവിനെ കുറിച്ചാണ് പറഞ്ഞത്. നാവിനെ കുറിച്ച് 2 പാഠങ്ങളിലായിട്ട് 18 അക്ഷരങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. ഇതിൽ മഹാരിജുൽ ഹുറൂഫിൽ 3 ഷഫത്താനി 2 ചുണ്ടുകളിൽ നിന്ന് വരുന്നതും, ഹൗഫ് വായുടെ ഉൾഭാഗത്തു നിന്ന് വരുന്നതും, ഹൈഷൂം തരിമൂക്കിൽ നിന്ന് വരുന്നതുമായ അക്ഷരങ്ങളെ കുറിച്ചാണ്. ഷഫത്താനി 2 ചുണ്ടുകൾ, താഴെ ചുണ്ടും മേലെ മുൻപല്ലുകളുടെ തലയും. പറഞ്ഞു നോക്കൂ, ഫ ഫ താഴത്തെ ചുണ്ടുമിലേക്ക് മേലെ മുൻപല്ലിൻ്റെ തല അങ്ങനെ വരുന്നത് കാണാം. ഫ പറഞ്ഞ് അങ്ങനെ പഠിക്കട്ടാ. രണ്ടാമത്തത് എന്താണ്? 2 ചുണ്ടുകൾ, 2 ചുണ്ടുകളിൽ നിന്ന് വരുന്നത് എന്താണ്? വാവ് ബാ മീം. പറഞ്ഞു നോക്കാം, വാവ് ബാ മീം. വാവിൽ 2 ചുണ്ടുകളുടെ മധ്യഭാഗം അല്പം തുറന്നിടണം. വ വ പറയുമ്പോൾ 2 സൈഡ് ടച്ച് ആകുന്നുള്ളൂ, നടുഭാഗം അല്പം തുറന്നിടണം. അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെ ചോദ്യമായിട്ട് വരാം. 2 ചുണ്ടുകളുടെ മധ്യഭാഗം അല്പം തുറന്നിരിക്കണം. ഏത് അക്ഷരം വരുമ്പോൾ? വാവാണ്, മനസ്സിലാക്കട്ടാ. പിന്നെ ഹൗഫ് വായുടെ ഉൾഭാഗത്തു നിന്ന് വരുന്നത്. വായുടെ ഉൾഭാഗത്തു നിന്ന് വരുന്നത് അലിഫ് വാവ് യാ മദ്ദിയ. അതായത് ഇത് മദ്ദക്ഷരമായിട്ട് നമ്മൾ ഉപയോഗിക്കും. ഫതഹയെ നീട്ടാൻ അലിഫും, ലൊമ്മയെ നീട്ടാൻ വാവും, കസ്റയെ നീട്ടാൻ യാവും ആയിട്ട് നമ്മൾ അലിഫ് വാവ് യാ അക്ഷരങ്ങൾ ഉപയോഗിക്കാറുണ്ട്. വാവിൻ്റെ നമ്മൾ നേരത്തെ ചുണ്ടുകളെന്ന് ഇവിടെ പറഞ്ഞതാണ്. അതുപോലെ യാൻ്റെ പറഞ്ഞിട്ടുണ്ട്, ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉൾഭാഗത്തു നിന്ന് വരുന്നത് എപ്പോഴാണ്? അത് മദ്ദിയായ അക്ഷരമായിട്ട് വരുമ്പോഴാണ്, മദ്ദക്ഷരങ്ങളായിട്ട് വരുമ്പോഴാണ്. ഇവ മദ്ദക്ഷരങ്ങളായി വരുമ്പോഴാണ് വായയുടെ ഉൾഭാഗത്തു നിന്ന് വരുന്നത്. അപ്പോൾ ഇവിടെ ചോദ്യം വരാറുണ്ട്, എങ്ങനെ? വാവ് വായയുടെ ഉൾഭാഗത്തു നിന്ന് വരുന്നത് എപ്പോൾ? അതുപോലെ യാ വായയുടെ ഉൾഭാഗത്തു നിന്ന് വരുന്നത് എപ്പോൾ? ചോദ്യം വരാം. എപ്പോഴാണ്? ഇവ മദ്ദക്ഷരങ്ങളായി വരുമ്പോൾ. ആൻസർ എഴുതണം. ഇവ മദ്ദക്ഷരങ്ങളായി വരുമ്പോഴാണ് വായയുടെ ഉൾഭാഗത്തു നിന്ന് വരുന്നത്. അപ്പം അത് മനസ്സിലാക്കാം. പിന്നെ ഹൈഷു തരിമൂക്ക്. തരിമൂക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഉന്നത്തിൻ്റെ സന്ദർഭത്തിലാണ്. തരിമൂക്കിൽ നിന്നുണ്ടാകുന്ന രാഗമാണ് ഉന്നത്ത്, അല്ലേ? അപ്പോൾ മീമിനും നൂനിനും ഷദ് വരുമ്പോഴാണ് ഉന്നത്ത് വരുന്നത്. മീം നമ്മൾ നേരത്തെ 2 ചുണ്ടുകളിൽ നിന്ന് വരുന്നതാണെന്ന് പറഞ്ഞേ. അപ്പോൾ ഷദ് വരുമ്പോൾ മീമിന് നൂനിന് ഉന്നത്ത് ചെയ്യണം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അത് തരിമൂക്കുന്നാണ് ഉന്നത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ മീമും നൂനും വരുന്നത്. അപ്പം അത് ചോദ്യം വരാം. മീമിൻ്റെ മഹ്റജ് ഏതെന്ന് വെച്ചാൽ എന്തേതാ? മീമിൻ്റെ മഹ്റജ് 2 ചുണ്ടുകളാണ്. എന്നാൽ മീം തരിമൂക്കിൽ നിന്ന് വരുന്നത് എപ്പോൾ? അങ്ങനെ ചോദ്യം വന്നാലോ? അത് ഉന്നത്തിൻ്റെ സന്ദർഭത്തിലാണ്. മീമിന് ശ്രദ്ധ വരുമ്പോഴാണ്, ഉന്നത്തിൻ്റെ സന്ദർഭത്തിലാണ്. അതുപോലെ നൂനും. അപ്പം അത് ആ രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. അപ്പം അത് വരുന്ന, ഇപ്പം നമ്മൾ പറഞ്ഞ ഷഫത്താനി, ഹൗഫ്, ഹൈഷു 3 അക്ഷരങ്ങൾ ഉൾക്കൊണ്ട ഒരു ആയത്താണ് ഇവിടെ തന്നത്. അപ്പോൾ അതൊക്കെ മഹ്റജ് നന്നായി മനസ്സിലാക്കി ഓതുക. തഹ്സീസ് വരുന്നത് സൂറത്ത് തോഹ ഓതുക. 88ാമത്തെ ആയത്ത് മുതൽ 135ാമത്തെ ആയത്ത് വരെ. അല്ല, അംബിയാ സൂറത്തും അതൊക്കെ മഹാരിജുൽ ഹുറൂഫ് മനസ്സിലാക്കി നന്നായിട്ട് അക്ഷരങ്ങളൊക്കെ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് തന്നെ വെളിവാക്കി വ്യക്തമാക്കി ഓതുക, മനസ്സിലാക്കുക. അടുത്ത പിന്നെ മനപ്പാടാക്കാനുള്ള സൂറത്ത് യാസീന് 46ാമത്തെ ആയത്ത് മുതൽ 50 വരെ. പിന്നെ റാത്തീബ് ഹദ്ദാദ്. ഓരോ പാഠത്തിൻ്റെയും കൂടെ ഓരോ ലഫ്ലുകൾ
പഠിച്ചു പോരാ, മനസ്സിലാക്കുക. നമുക്കതിന് ദഫ്തർ തോലിബ് നോക്കാം. നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. തരിമൂക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതെല്ലാം? തരിമൂക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ മീമും നൂനും ഉന്നത്തിൻ്റെ സന്ദർഭത്തിൽ തരിമൂക്കിൽ നിന്നാണ് പുറപ്പെടുന്നത്. അങ്ങനെ എഴുതുക. മീമും നൂനും ഉന്നത്തിൻ്റെ സന്ദർഭത്തിൽ തരിമൂക്കിൽ നിന്നാണ് പുറപ്പെടുന്നത്. മീമ് നൂന് എഴുതുക. മീമ് നൂന് അതാണ് തരിമൂക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ. അടുത്തത് രണ്ട് ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏവ? രണ്ട് ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ. അപ്പോൾ ഏതൊക്കെ എഴുതണം? മീമുണ്ട്, വാവുണ്ട്, ബ ഉണ്ട്. വാവ്, ബ, മീമ്. ഇതാണ് രണ്ട് ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്നത്. അപ്പോൾ സന്ദർഭമൊക്കെ മനസ്സിലാക്കണം കേട്ടോ. ഇനി നെസിൽ യോജിച്ചത് ചേർക്കാനാണ്. ഹൽക്ക്, ഹൽക്ക് എന്ന് പറഞ്ഞാൽ തൊണ്ട. അപ്പം അതിൻ്റെ ബി എഴുതാം. ലിസാൻ എന്ന് പറഞ്ഞാൽ നാവ്, നാവ്. അപ്പം അതിൻ്റെ സി എഴുതാം. ഷഫത്താനി, ഷഫത്താനി എന്ന് പറഞ്ഞാൽ ചുണ്ടുകൾ, രണ്ട് ചുണ്ടുകൾ. അപ്പം അതിൻ്റെ ഇ എഴുതാം, ചുണ്ടുകൾ. അടുത്തത് ഹൗഫ്, ഹൗഫ് വായുടെ ഉൾഭാഗം, എ. ഹൈഷൂ തരിമൂക്ക്, അപ്പം അതിൻ്റെ ഡി. അപ്പോൾ ഇതൊക്കെ എക്സാമിന് വരാം, നന്നായി മനസ്സിലാക്കി പഠിക്കുക. മഹ്റജുകൾ ഏതൊക്കെ? മഹ്റജുകൾ എത്ര? 5. ഏതൊക്കെ? അപ്പോൾ ഇത് പേരെഴുതാൻ കഴിയണം. അറബിയിലാണെങ്കിൽ അറബിയിൽ എഴുതണം, അറബി മലയാളത്തിലാണെങ്കിൽ അത് എഴുതണം. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത പിന്നെ മഹ്റജ് എഴുതാനാണ്. നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഹ, ഐന്, ഹ, കാഫ്, ജീമ്, ലോദ്, ലാമ്, റ, തോ, സോദ്, സ, ഫ. 3 അക്ഷരങ്ങൾ. അപ്പോൾ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ പാഠഭാഗം എടുക്കുക. പാഠഭാഗം എടുത്തിട്ട് ഒന്നാമത്തത് ഹൽക്കിൻ്റെ അക്ഷരമായ ഹ ആണ്. അപ്പോൾ ഒന്നാമത്തെ മഹ്റജുകളെ കുറിച്ച് പറയുന്ന ഒന്നാം ഭാഗമുള്ള ഭാഗത്ത് നോക്കിയിട്ട് ഹൽക്കിൻ്റെ താഴെ അറ്റം എഴുതുക. അതിൽ തന്നെയാണ് ഐന്. ഐന് ഹൽക്കിൻ്റെ മധ്യഭാഗത്തു നിന്നാണ്. അപ്പോൾ അത് എഴുതുക. പിന്നെ ഹ ഹൽക്കിൻ്റെ മേലെ അറ്റത്തു നിന്നാണ്. അപ്പോൾ അത് എഴുതുക. പിന്നെ കാഫ് നാവിൻ്റെ മുരടും മേലെ അണ്ണാക്കും, അത് എഴുതാം. പിന്നെ ജീമ് നാവിൻ്റെ മധ്യവും അണ്ണാക്കും, അത് മഹാരിജ് ഹുറൂഫ് 2 എന്ന പാഠത്തിലാണ്. അപ്പോൾ അതിന്ന് അത് എഴുതുക. പിന്നെ ലോദ് നാവിൻ്റെ അരവും മേലെ അണപ്പല്ലുകളും, അപ്പോൾ അത് എഴുതുക. പിന്നെ ലാമ് നാവിൻ്റെ തലയുടെ അരവും മേലെ മുൻപല്ലിൻ്റെ ഊനും. പിന്നെ റ നാവിൻ്റെ തലയുടെ മുതുകും മേലെ മുൻപല്ലിൻ്റെ ഊനും എഴുതുക. പിന്നെ തോ, തോ നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടും. പിന്നെ സോദ് നാവിൻ്റെ അരവും 2 വരിയിലെ മുൻപല്ലുകളുടെ ഇടയും. ഫ നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ തലയും. ഫ താഴെ ചുണ്ടും മേലെ മുൻപല്ലുകളുടെ തലയും, അതാണ് ഫ. അപ്പോൾ അതൊക്കെ നമ്മളിത് പഠിച്ച 4ാമത്തെ മഹാരിജുൽ ഹുറൂഫ് എന്നത് വരെയുള്ള ഭാഗങ്ങൾ നോക്കിയിട്ട് അതൊക്കെ പകർത്തി എഴുതാൻ തെറ്റില്ലാതെ. അപ്പോൾ ഇത്രയാണ് 10ാമത്തെ പാഠമായ മഹാരിജുൽ ഹുറൂഫ് 4. അതിൽ നിങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കി ചെയ്യുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.